കൊന്നത്തടിയിൽ റേഷൻ കട ജീവനക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഇടുക്കി താലൂക്കിൽ റേഷൻ കട വ്യാപാരികൾ ഹർത്താൽ നടത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. കൊന്നത്തടി കുഴിയറക്കുളങ്ങര അജയ്കുമാറിനാണ് പരിക്കേറ്റത്. മർദ്ദിച്ച ആൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് റേഷൻ കട വ്യാപാരികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി താലൂക്കിൽ കൊന്നത്തടിയിൽ പ്രവർത്തിക്കുന്ന ARD 93 നമ്പർ റേഷൻ കടയിൽ ഓണക്കിറ്റ് ചോദിച്ചെത്തിയാൽ ഞങ്ങളുടെ സുഹൃത്തും സഹപ്രവർത്തകനുമായ KSRDAയുടെ താലൂക്ക് കമ്മിറ്റി അംഗത്തെ അതിക്രൂരമായി കടയിൽ കയറി മർദ്ദിക്കുകയും അദ്ദേഹത്തിനെതിരെ വധഭീഷണി മുടക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ക്രിമിനൽ പ്രവൃത്തി ചെയ്ത ആളിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും അറസ്റ്റ് ചെയ്ത് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. അല്ലാത്ത പക്ഷം സമര പരിപാടികളുമായി KSRDA ഇടുക്കി താലൂക്ക് കമ്മിറ്റി ഓണക്കിറ്റ് PH വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കളറുള്ള കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളാണ് ഓണക്കിറ്റ് വേണം എന്നും പറഞ്ഞ് കടയിൽ വന്ന് ബഹളമുണ്ടാക്കുകയും കടക്കാരനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. ഇതിനെതിരെ താലൂക്ക് കമ്മിറ്റിയുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. കൊന്നത്തടിയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിലെ സെയിൽസ്മാന് ഉത്രാടദിനത്തിലാണ് മർദ്ദനമേറ്റത്. കൊന്നത്തടി കുഴിയറക്കുളങ്ങര അജയ്കുമാറിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഇടുക്കി താലൂക്കിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മുതൽ ഹർത്താൽ നടത്തി. മഞ്ഞക്കാർഡുടമകൾക്ക് മാത്രമാണ് ഓണക്കാലത്ത് സൗജന്യ കിറ്റ് അനുവദിച്ചിട്ടുള്ളത്. പിങ്ക് കാർഡുടമയായ കൊന്നത്തടി നിരപ്പിൽ രതീഷ് എന്നയാൾ റേഷൻ കടയിലെത്തി കിറ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ മഞ്ഞക്കാർഡുടമകൾക്ക് മാത്രമേ കിറ്റ് അനുവദിച്ചിട്ടുള്ളൂവെന്ന് അറിയിച്ചപ്പോൾ ഇയാൾ അജയ്കുമാറിനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരാതി. സംഭവത്തിൽ വെള്ളത്തൂവൽ പോലീസ് കേസെടുത്തു. മർദ്ദിച്ചയാളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും റേഷൻ വ്യാപാരികൾക്ക് നിർഭയം ജോലി ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് സണ്ണി സേവ്യർ, ജിജോ കക്കാട്ട്, പ്രദീപ് വി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, മുരിക്കാശ്ശേരി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്